നല്ല മഞ്ഞ് പെയ്തു കിടക്കുന്ന ഒരു താഴ്വാരം. അതിവേഗം ഒരു കുതിരവണ്ടി അതിലെ പാഞ്ഞു പോവുകയാണ്. മഞ്ഞുമലകളിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു കൊടുങ്കാറ്റ്. ഈ ഒരു കൊടുങ്കാറ്റിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയുടെ കുതിരക്കാരനായിട്ടുള്ള ഓബി വളരെ വേഗത്തിൽ തന്നെ അയാളുടെ കുതിരവണ്ടിയെ പായിക്കുന്നത്. വണ്ടി അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് റോഡിന് നടുക്കായി ഒരു മനുഷ്യൻ ഇരിക്കുന്നത് ഓബി കണ്ടത്. ബൗണ്ടി ഹണ്ടറായ മേജർ മാർക്യൂസ് ആയിരുന്നു അത്. ബൗണ്ടി ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ദ ഗുഡ്, ദ ബാഡ്, ദ വിയേഡ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടി പറയാം. ഗവൺമെന്റ് തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന കുറ്റവാളികളെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവരെ ഗവൺമെന്റിന് കൈമാറി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ബൗണ്ടി ഹണ്ടേഴ്സ്. അങ്ങനെ ഒരു ബൗണ്ടി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മേജർ ഈ ഒരു മലനിരകളിൽ എത്തിയത്. തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കുതിരകള് മരിച്ചു പോവുകയുണ്ടായി. അതുകൊണ്ടാണ് മേജർ ഇപ്പോ ഓബിയുടെ ഈ ഒരു കുതിരവണ്ടിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ വരുന്ന ഈ ഒരു മഞ്ഞ് കൊടുങ്കാറ്റ് അത് മേജറിനെ നല്ല രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട്. മേജർ പറയാണ്, ഞാൻ റെഡ് റോക്കിലേക്കാണ് പോകുന്നത്, നിങ്ങളും അങ്ങോട്ടേക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്നെയും കൂടി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നിപ്പോ മേജർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഓബി പറയാണ്, എന്റെ ഈ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് ബാക്കിലിരിക്കുന്ന ആ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഈ ഒരു വണ്ടിയിൽ കയറ്റാനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മേജർ ബാക്കോട്ടേക്ക് നടക്കുകയാണ്. മേജറിനെ കണ്ടിട്ട് ആ ഒരു വണ്ടിയിൽ ഇരുന്ന മനുഷ്യൻ അയാളുടെ ഷോട്ട് ഗണ്ണ് ചൂണ്ടിയിട്ട് ഇപ്പൊ പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള തോക്കുകൾ ദൂരെ കാണുന്ന ആ ഒരു കല്ലിന് മുകളിൽ കൊണ്ടുവയ്ക്കുക, നിങ്ങളുടെ രണ്ട് കൈയും തൊപ്പിക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇയാൾ പറഞ്ഞു കേട്ടിട്ട് മേജർ അതുപോലെ തന്നെ ചെയ്യുകയാണ്. ഇപ്പൊ മേജർ നോക്കുന്ന സമയത്താണ് വണ്ടിയിലിരിക്കുന്ന മനുഷ്യനെ മേജറിന് മനസ്സിലാവുന്നത്. ദ ഹാങ് മാൻ എന്നറിയപ്പെടുന്ന ജോൺ റൂത്ത് ആയിരുന്നു അത്. ജോൺ റൂത്തും ഒരു ബൗണ്ടി ഹണ്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ഈ ഒരു ലേഡി ഡെയ്സി, അവളൊരു കൊടും കുറ്റവാളിയാണ്. ഡെയ്സിയെ റെഡ് റോക്കിന്റെ ഷെരീഫിന് കൈമാറി അവളുടെ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ബൗണ്ടി $10,000 അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ജോൺ റൂത്ത് ഇപ്പോ റെഡ് റോക്കിലേക്ക് പോകുന്നത്. ജോൺ റൂത്ത് ഡെയ്സിയെ മേജർ മാർക്യൂസിന് ഇപ്പൊ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, $10,000 വിലയുള്ള ഒരു ബൗണ്ടിയാണ് ഇവള്. ഈ ഒരു ബൗണ്ടിയിൽ നിങ്ങൾ കണ്ണുവയ്ക്കാതിരിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ ഈ ഒരു വണ്ടിയിൽ കയറ്റാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ മേജർ മാർക്യൂസ് ജോണിനോട് പറയാണ്,